യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഉർസുല വോണ്ടർ ലെയൺ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗം നടത്തി. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിച്ചത്. ഇവിടത്തെ ഈ പരിപാടി കഴിഞ്ഞാൽ ഞാൻ അടുത്ത ആഴ്ച നേരെ പോകുന്നത് ഇന്ത്യയിലേക്കാണ്. ഇന്ത്യയിലേക്ക് ഞാൻ പോകുന്നത് ചരിത്രപരമായ ഒരു കരാറ് ഒപ്പിടാൻ കൂടി വേണ്ടിയിട്ടാണ്. ചിലർ അതിനെ ദ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് വിശേഷിപ്പിച്ചേക്കാം. 200 ബില്യണിലധികം മനുഷ്യർ ഇടപെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്നാണ് അവർ പറയുന്നത്. യൂറോപ്പ് അതിവേഗത്തിൽ തന്നെ വളരുകയാണ്. അതുപോലെ ഇന്ത്യയും ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയും യൂറോപ്പും തമ്മിൽ ചരിത്രപരമായ ഒരു കരാറ് യാഥാർത്ഥ്യമാകാൻ പോവുകയാണെന്നാണ് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് വിശേഷിപ്പിച്ചത്. എല്ലാ കരാറുകളുടെയും എല്ലാ ഡീലുകളുടെയും മദർ, അതാണ് യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ എന്നാണ് അവർ വിശേഷിപ്പിച്ചത്. ഇവിടെ ആ ഒരു പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. യൂറോപ്പ് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു യൂറോപ്പായിട്ട് മാറേണ്ടതുണ്ട്. ശരിയാണ്, നമുക്ക് ചിലപ്പോൾ നൊസ്റ്റാൾജിയൊക്കെ തോന്നാം, നമുക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ മാറ്റം പെർമനന്റ് ആയിരിക്കണം. എന്നേക്കുമായിട്ട് യൂറോപ്പ് ഇൻഡിപെൻഡന്റ് ആവേണ്ട സമയം എത്തിയിരിക്കുകയാണ്. നമ്മളത് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് നമുക്കറിയാമല്ലോ. അവർ പറഞ്ഞത് അമേരിക്കയെ ഉദ്ദേശിച്ചാണ്. കാരണം യൂറോപ്പ് വളരെയധികം അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് ടെക്നോളജി രംഗത്തെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നത് യൂറോപ്പ് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് യൂറോപ്പ് പരിപൂർണമായിട്ട് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യാണ്. അമേരിക്ക ഇല്ലെങ്കിൽ യൂറോപ്പിന് ഒരു നിലനിൽപ്പില്ല. ഇപ്പൊ ഈ ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് യൂറോപ്പ് ഈ കാര്യം തിരിച്ചറിഞ്ഞത്. സ്വതന്ത്രമായിട്ട് നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത. ഏറ്റവും രസകരമായ കാര്യം, യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടായിരുന്ന 2 രാജ്യങ്ങൾക്ക് UN വീറ്റോ പവർ പോലും ഉണ്ടായിരുന്നു. അതില് അമേരിക്കയോടുള്ള അമിത വിധേയത്വം കാരണം ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയി. കാരണം അമേരിക്കയോടുള്ള വിധേയത്വമായിരുന്നു പ്രധാന കാരണം. ഇന്ന് ബ്രിട്ടൻ അതിൽ ഖേദിക്കുന്നുണ്ടാവാം. കാരണം യൂറോപ്യൻ യൂണിയനിൽ 2 പവർഫുൾ ആയിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, വീറ്റോ പവർ അടക്കം ഉണ്ടായിരുന്നു. എന്നിട്ടും അമേരിക്കയുടെ വെറും നിഴലായിട്ട് മാത്രം നിൽക്കാനേ യൂറോപ്പിന് കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്, അദ്ദേഹം ട്രംപിന് ഒരു സന്ദേശം അയച്ചു. ആ സന്ദേശത്തിൽ പറയാണ്, നമുക്ക് സിറിയയുടെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാം, നമുക്ക് ഇറാന്റെ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്താണ് താങ്കൾക്ക് ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ പ്രശ്നമെന്ന്. ഗ്രീൻലാൻഡിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. താങ്കൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത് നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് റഷ്യയുടെയും സിറിയയുടെയും അടക്കം പ്രതിനിധികളെ വേണമെങ്കിൽ വിളിക്കാം. നമുക്ക് എല്ലാവരുമായിട്ട് ഇരുന്ന് ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാക്രോൺ നമ്മുടെ ട്രംപിന് അയച്ചൊരു സന്ദേശം അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് നയതന്ത്ര മര്യാദകളുടെ പൂർണ്ണ ലംഘനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാണിച്ചത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട വേൾഡ് ഓർഡറാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ വേൾഡ് ഓർഡറിനെ തകർത്തുകൊണ്ട് ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കാൻ തന്നെയാണ് ട്രംപ് ശ്രമിക്കുന്നത്. അവിടെ ട്രംപ് ഉദ്ദേശിക്കുന്നത് ട്രംപിന്റെ രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രഥമമായിട്ട്. അവിടെയാണ് കാനഡയെ അടുത്ത സ്റ്റേറ്റ് ആക്കണമെന്ന് തോന്നുന്നത്, മെക്സിക്കോയെ പിടിക്കണമെന്ന് തോന്നുന്നത്, വെനസ്വേലയെ നിയന്ത്രിക്കണമെന്ന് തോന്നുന്നത്, ഗ്രീൻലാൻഡിനെ തന്റേതാക്കി മാറ്റണമെന്ന് തോന്നുന്നത്. ഇവിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ നയങ്ങൾ യൂറോപ്പിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. യൂറോപ്പ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാരണം ഇനിയിപ്പോൾ ട്രംപ് മാറി വേറൊരു പ്രസിഡന്റ് അമേരിക്കയിൽ വന്നാൽ ചിലപ്പോൾ താൽക്കാലികമായിട്ട് അയാളുടെ പോളിസി മാറിയേക്കാം. പക്ഷെ വീണ്ടും ട്രംപിനെ പോലെ ഒരു അധികാരി വീണ്ടും അമേരിക്കയിൽ എത്തിയാലോ? അപ്പൊ വീണ്ടും യൂറോപ്പ് പ്രതിസന്ധിയിലാവും. ഇവിടെ യൂറോപ്പ് തിരിച്ചറിയുന്ന കാര്യം, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ. ഏകദേശം 27ഓളം രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയും രാജ്യങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ശക്തി തന്നെയാണ്. 70 കോടിയോളം ജനങ്ങൾ വരുന്ന ഒരു വലിയ ശക്തി. അപ്പൊ യൂറോപ്പിന് ഒന്നിച്ചു നിൽക്കാനുള്ള അവസരമുണ്ട്. അവർ എക്കണോമിക്കലി വളരെ പവർഫുൾ ആണ്. പക്ഷെ വളരെയധികം ഡിപ്പെൻഡഡ് ആണ് US. ഈ യൂറോപ്പ് ചലിക്കണമെങ്കിൽ അമേരിക്ക വിചാരിക്കണം. യൂറോപ്പിന്റെ ഗതികേടെന്ന് പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധം നയിച്ച രാജ്യങ്ങളാണ് ഈ പറയുന്ന ബ്രിട്ടൻ ആയിക്കോട്ടെ, ഇറ്റലി ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ. ഈ രാജ്യങ്ങൾ ഇന്ന് അമേരിക്കയുടെ വെറും വാലായിട്ട് മാറിയിരിക്കുകയാണ്. അതുപോലെ 2ാം ലോക മഹായുദ്ധത്തിൽ വലിയ പ്രബല ശക്തിയായിരുന്നു ജപ്പാൻ. അമേരിക്കയോടുള്ള അമിത വിധേയത്വം കാരണം ഇന്ന് അമേരിക്കയുടെ വെറും വാലായിട്ട് മാറിയിരിക്കുകയാണ്. ജപ്പാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു വാർത്തയെ കണ്ടു, ആണവായുധം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന്. അപ്പൊ ചൈന ഉടനെ തന്നെ പറയാണ്, 2ാം ലോക മഹായുദ്ധ സമയത്ത് ജപ്പാൻ കാണിച്ച മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളൊന്നും ആരും മറന്നിട്ടില്ല. ഞങ്ങളുടെ ജനങ്ങൾ കുറെ അനുഭവിച്ചതാണ്. ജപ്പാനെ സൈനികമായിട്ട് ശക്തമാകാൻ ഒരിക്കലും അനുവദിക്കരുത്. ലോക രാജ്യങ്ങൾ ഈ കാര്യത്തിൽ ഒരേ മനസ്സോടെ നിൽക്കണമെന്ന്.
അമേരിക്ക, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ തങ്ങളുടെ പോക്കറ്റിലിട്ട് നടന്നപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എടുത്ത രാജ്യമൊക്കെയാണ് ചൈന. ഒരു കാലത്ത് ജപ്പാൻ എത്ര പവർഫുൾ ആയിരുന്നു എന്നറിയോ? ചൈനയൊക്കെ വിറപ്പിച്ച ചരിത്രമുണ്ട്. ഇന്ന് ജപ്പാൻ എന്ന് പറയുമ്പോൾ ഒരു കോമഡി പീസാണ്. കാരണം എന്താണ്? സൈനിക ശക്തിയില്ല. അതാണ് ജപ്പാൻ നേരിടുന്ന പ്രശ്നം. അമേരിക്കയുടെ ഒരു സാമന്ത രാഷ്ട്രം മാത്രമാണ്. അപ്പോൾ സ്വന്തം ഐഡന്റിറ്റി തിരിച്ചെടുക്കാൻ ഇന്ന് ജപ്പാൻ ആഗ്രഹമുണ്ട്, ജർമ്മനിക്ക് ആഗ്രഹമുണ്ട്, യൂറോപ്പിന് ആഗ്രഹമുണ്ട്. പക്ഷെ അമേരിക്ക അവരെ വിഴുങ്ങിയിരിക്കുകയാണ്. ഒരു വശത്ത് ചൈനയുടേതായ അതിക്രമങ്ങളും അധിനിവേശവും, അത് ട്രേഡിലുണ്ട്, ടെക്നോളജിയിലുണ്ട്, സ്പേസിലുണ്ട്, സകല മേഖലകളിലുമുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യയുടെ സൈനികമായ മസിൽ പവർ കാണിച്ചുകൊണ്ടുള്ള അധിനിവേശം. ഇവിടെ നിന്ന് അമേരിക്ക രക്ഷിക്കുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന യൂറോപ്പിനെ കാത്തിരിക്കുന്നത് ചെകുത്താന്റെ അടുത്ത് നിന്ന് നടുകടലിലേക്ക് പോയി വീണ അവസ്ഥയാണ്. അമേരിക്ക അതിനേക്കാൾ പ്രശ്നമാണ്. അമേരിക്കയ്ക്ക് ഇപ്പോൾ യൂറോപ്പിനെ മുഴുവനായി കിട്ടിയാലും കൊള്ളാമെന്നുണ്ട്. ഇന്നിപ്പോ ഗ്രീൻലാൻഡിന് അവകാശം പറഞ്ഞ അമേരിക്ക നാളെ ഗ്രീൻലാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അയർലൻഡ് ഒട്ടും സുരക്ഷിതമല്ല, അയർലൻഡ് കൂടി അമേരിക്കയുടെ ഭാഗമാകണമെന്ന് പറയും. ഗ്രീൻലാൻഡിന്റെ സേഫ്റ്റിയെ കുറിച്ച് അമേരിക്ക പറയുന്ന ന്യായം എന്താണ്? അമേരിക്കയുടെ തൊട്ടടുത്താണ് കിടക്കുന്നത്. ഗ്രീൻലാൻഡ് റഷ്യയുടെയോ അല്ലെങ്കിൽ ചൈനയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ ഭാഗമായി മാറി എന്ന് തന്നെ കരുതുക. അപ്പൊ അമേരിക്കയുടെ അതിർത്തി എന്ന് പറയുന്നത് ഗ്രീൻലാൻഡ് വരെയുണ്ട്. ഗ്രീൻലാൻഡും അവരുടേതാണല്ലോ. അപ്പൊ ഗ്രീൻലാൻഡിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന അയർലൻഡ് നാളെ അവിടെ ചൈനയും റഷ്യയും ഒക്കെ എന്തെങ്കിലും സൗഹൃദം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വന്നു പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അമേരിക്ക പറയും അയർലൻഡ് ഞങ്ങളുടെ രാജ്യത്തിന് ഒരു ഭീഷണിയാണ്, അതുകൊണ്ട് ഞങ്ങൾ അയർലൻഡും പിടിച്ചെടുക്കുകയാണെന്ന് പറയും. അയർലൻഡ് പിടിച്ചെടുത്ത് കഴിയുമ്പോൾ അടുത്ത് വീണ്ടും ചൈനയും യൂറോപ്പും തമ്മിലോ റഷ്യയും യൂറോപ്പും തമ്മിലോ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അമേരിക്ക പറയും യൂറോപ്പ് ഞങ്ങൾക്ക് ഒരു ഭീഷണിയാണ്, യൂറോപ്പ് മുഴുവൻ ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോകണമെന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഒരു അധിനിവേശ സ്വഭാവം കാണിക്കുന്ന അമേരിക്കയുമായിട്ട് പൊരുത്തപ്പെടാൻ യൂറോപ്പിന് കഴിയുന്നില്ല. അവിടെയാണ് യൂറോപ്പ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പവേഴ്സുമായിട്ടുള്ള ബന്ധത്തിന് തുടക്കമിടുന്നത്. ഇവിടെ യൂറോപ്പ് നോക്കുമ്പോൾ അമേരിക്കയും റഷ്യയും ചൈനയും കഴിഞ്ഞാൽ പിന്നെ ഒരു ലോകത്ത് പറയാവുന്ന ഒരു മേജർ പവർ ഇന്ത്യയേ ഉള്ളൂ. വേറെ ഒരു രാജ്യത്തിനും ഇന്ത്യയുടെ ആ ഒരു സ്ട്രെങ്ത് ഇല്ല. അപ്പോൾ അവിടെയാണ് ഇന്ത്യയുമായിട്ടുള്ള റിലേഷന് യൂറോപ്പ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇത്രയും കാലം എടുത്ത ഒരു നിലപാടുകൾ, ഇന്ത്യയുടെ ഫോറിൻ പോളിസി ശരിയാണെന്ന് യൂറോപ്പിന് മനസ്സിലായി. അതായത് യൂറോപ്പിലെ നേതാക്കളും വിചാരിച്ചു ഇന്ത്യ എന്തിനാണ് റഷ്യ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്, റഷ്യയുടെ ഓയിൽ വാങ്ങുന്നത് എന്തിനാണ്, ഇന്ത്യക്ക് അമേരിക്ക പറയുന്നുണ്ട്, യൂറോപ്പ് പറയുന്നുണ്ട്, ഇന്ത്യ എന്തുകൊണ്ടാണ് നമ്മളുടെ ഗ്രൂപ്പിൽ നിൽക്കാത്തത്, ഇന്ത്യ ഇങ്ങനെ അവിടെയും ഇവിടെയും ഇല്ലാതെ നിന്നാൽ എങ്ങനെ ശരിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന യൂറോപ്യൻസിന്റെ മുഖത്തടിക്കുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ശരിക്കും കഴിഞ്ഞ ദിവസം പോളണ്ടിൽ നിന്ന് വന്നിട്ടുള്ള അവരുടെ ഫോറിൻ മിനിസ്റ്ററിനെ അടക്കം ഇരുത്തി അപമാനിച്ച് വിട്ടത് ഇന്ത്യയുടെ കോൺഫിഡൻസ് ആണ്. ഇത്രയും കാലം നമ്മൾ അനുഭവിച്ചതിനുള്ള പ്രതികാരം കൂടിയാണ്. കാരണം ഇവന്മാര് കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ത്യ റഷ്യയുടെ കൂടെ നിന്ന് അമേരിക്കയുടെയും വെസ്റ്റിന്റെയും കൂടെ നിന്ന് അങ്ങനെ ചെയ്യരുത്, ഇന്ത്യ ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ വാചകം അടിച്ചുകൊണ്ടിരുന്നവന്മാരുടെ മുഖത്തടിച്ചിട്ടാണ് ഇന്നലെ ജയശങ്കർ പറഞ്ഞു വിട്ടത്. അതിനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം ഇന്നിപ്പോ യൂറോപ്പിന് എന്ത് പറയാൻ പറ്റും? ഇത്രയും കാലം യൂറോപ്പ് പറഞ്ഞു ചൈനയുടെ അധിനിവേശം, റഷ്യയുടെ അധിനിവേശം, റഷ്യ യുക്രൈനിൽ കാണിക്കുന്നത് അധിനിവേശമാണ്, റഷ്യ അവരുടെ രാജ്യം വലുതാക്കാൻ ശ്രമിക്കുകയാണ്, അത് യൂറോപ്പിന് ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ യൂറോപ്പിന് തന്നെ ഇന്ന് അവരുടെ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ അതിനേക്കാൾ വലിയ ഭീഷണി നേരിടുകയാണ്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്ന് പറയുന്നത് പുടിനല്ല, ഷീ ജിൻപിങ് അല്ല, അമേരിക്കയാണ്, പ്രസിഡന്റ് ട്രംപ് ആണ് പറയുന്നത്. അതായത് നാറ്റോ അംഗമായിട്ടുള്ള അമേരിക്കയുടെ പ്രസിഡന്റാണ് പറഞ്ഞത് ഗ്രീൻലാൻഡ് വേണമെന്ന്. എന്ന് വെച്ചാൽ പാളയത്തിൽ പടയെന്ന് പറഞ്ഞ പോലെ സ്വന്തം പാളയത്തിനകത്തുനിന്ന് തന്നെയാണ് യൂറോപ്പിൽ നിന്ന് ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത്. ആ യൂറോപ്പിന് ഇനി ഇന്ത്യയെ കുറ്റം പറയാൻ പറ്റില്ല. ഇന്ത്യയുടെ ഫോറിൻ പോളിസി ആയിരുന്നു മികച്ചത് എന്ന് ലോകം തിരിച്ചറിയാണ്, യൂറോപ്പ് തിരിച്ചറിയാണ്. അതുകൊണ്ടാണ് ഈ ഇന്ത്യയിലേക്ക് ഞാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റിന്റെ ആ ഒരു മുഖത്തെ ആ ഒരു പ്രസന്നത കാണണം. മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് അവർ പ്രൗഡ്ലി അതിനെക്കുറിച്ച് പറയണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം പ്രാധാന്യം ഇതിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം. 25 വർഷമായി ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ട്രേഡ് ഡീൽ ഉണ്ടാക്കാനുള്ള ചർച്ച തുടങ്ങിയിട്ട്. ആ ട്രേഡ് ഡീല് യാഥാർത്ഥ്യമായിട്ടില്ല, ഇപ്പോഴും സൈൻ ചെയ്തിട്ടില്ല. 99.9% സൈൻ ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലും മാറ്റമൊക്കെ സംഭവിച്ചുകൂടാന്നൊന്നുമില്ല. എന്നാൽ പോലും ഇതാ ഇവിടെ വരെ ഇത്രയും വലിയൊരു പുരോഗതി ഉണ്ടായത് ഒരു മോദി വന്നതിന് ശേഷമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 മാത്രം അധികാരത്തിൽ വന്നതാണ്. അതിനു മുന്നേ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടികൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. അതിൽ കോൺഗ്രസ് ഒരുപാട് കാലം ഈ രാജ്യം ഭരിച്ചു. പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് പ്രധാനമന്ത്രിമാരും കോൺഗ്രസ് ഭരണകാലത്തുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും കഴിയാത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് രാഷ്ട്രീയം മാറ്റിവെച്ച് ഇന്ത്യക്കാരും കാണിക്കണം. ബ്രിട്ടനുമായിട്ട് വ്യാപാര കരാർ ഒപ്പിട്ടു, ഓസ്ട്രേലിയയുമായിട്ട് വ്യാപാര കരാർ ഒപ്പിട്ടു, ഒമാനുമായിട്ട് വ്യാപാര കരാർ ഒപ്പിട്ടു, ന്യൂസിലാൻഡുമായിട്ട് വൈകാതെ തന്നെ വ്യാപാര കരാർ ഒപ്പിടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
നിരവധി രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ട്രേഡ് എഗ്രിമെന്റ് ഈ മാസം സൈൻ ചെയ്യാൻ പോവാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സോ കഴിവിനെ അംഗീകരിക്കണം. ഇപ്പോഴും നരേന്ദ്രമോദിയെ പരിഹസിച്ചും കളിയാക്കിയും കമന്റ് ചെയ്തും ഡയലോഗ് അടിച്ച് നടക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ കഴിഞ്ഞ ഒരു 10-12 വർഷത്തിനിടയിൽ കൈവരിച്ച അസാധ്യമെന്ന് തോന്നുന്ന പുരോഗതിയെക്കുറിച്ചാണ്. ലോകവേദികളിൽ ഒരു പ്രസക്തിയുമില്ലാതിരുന്ന രാജ്യം എന്നതിൽ നിന്ന് നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തെ പ്രധാന ശക്തികളിൽ ഒന്നായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെ 4ാമത്തെ ഏറ്റവും ഉയർന്ന GDP ഉള്ള രാജ്യം, ലോകത്തെ 4ാമത്തെ സൈനിക ശക്തി, സകല മേഖലകളിലും ജിയോ പൊളിറ്റിക്സിൽ ഒരു ഗ്ലോബൽ പ്ലെയർ ആയിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകൾ മാത്രം ദയവായിട്ട് പ്രേക്ഷകരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ മനസ്സിലാവും ഇന്ത്യ എത്രത്തോളം പുരോഗതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന്, ഇന്ത്യയുടെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്. നമ്മളല്ല പറയുന്നത്. ഈ 2014 മുമ്പും നിങ്ങൾ വാർത്തകളും അന്താരാഷ്ട്ര വിഷയങ്ങളും ഒക്കെ നിരീക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യയുടെ പുരോഗതിയെക്കുറിച്ച് മനസ്സിലാവൂ. അല്ലാതെ കെട്ടുകഥകൾ മാത്രം കേട്ട് ശീലിച്ച ഒരാൾക്ക് ഇന്ത്യ ഇന്ന് കൈവരിക്കുന്ന പുരോഗതിയെക്കുറിച്ച് മനസ്സിലാകണമെന്നില്ല. മറിച്ച് യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട ഒരാളാണെങ്കിൽ, കഴിഞ്ഞൊരു 10-20 വർഷത്തെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വിഷയങ്ങൾ നിങ്ങൾ വാർത്തകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ മോദി കാലയളവിൽ ഉണ്ടായ ചേഞ്ച് കൺഫേം ആയിട്ട് മനസ്സിലാവും. ഒരാളും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഒരു വിവരവും ഇല്ലാത്ത കുറെ ആളുകൾ സ്വയം എന്തോ ബുദ്ധിയുള്ള ആൾക്കാരാണെന്ന് കരുതിക്കൊണ്ട് എന്തൊക്കെയോ വിളിച്ചു പറയാണ്. ഒരു വിവരവുമില്ല. സ്വയം ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ട് വന്നിരുന്ന് പറയാണ് ഇന്ത്യക്ക് അങ്ങനെ പണി കിട്ടി, ഇങ്ങനെ പണി കിട്ടി, ഇന്ത്യ അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി. ഇവിടെ ലോകത്തെ മേജർ പവേഴ്സിൽ ഒന്നായിട്ട് ഇന്ത്യ മാറുകയാണ്. 25 വർഷം യൂറോപ്യൻ യൂണിയനുമായിട്ട് നടന്ന ചർച്ചയ്ക്കൊടുവിൽ ഇന്ന് ഒരു മോദി വന്നിട്ടാണ് ഇന്ത്യ EU ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടാവാൻ പോകുന്നത്. യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ കമ്മീഷന്റെ പ്രസിഡന്റ് പറയാണ് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന്. അപ്പൊ ഇത് ഒരു നിസ്സാര കാര്യമല്ല. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് ഇന്ത്യയുടെ ആത്മാഭിമാനം പണയം വയ്ക്കാതെ നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അടിയറവ് പറയാതെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുടെ പ്രഷർ ചില്ലറയല്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ കൂടിയാണ്. ഇതിനിടയിലും ഈ താരിഫ് യുദ്ധത്തിനിടയിലും 8% മുകളിൽ വളർച്ച കൈവരിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നേറുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.